ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. 2 തീമോത്തിയോസിന്റെ ലേഖനം 2:11 വാക്യം ഇപ്രകാരം പറയുന്നു: നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. ഇവിടെ പൗലോസ് തന്റെ വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിനോട് ക്രിസ്തുയേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെടുവാനായിട്ട് ഉപദേശിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. തുടർന്ന് നാം ചിന്തിക്കുമ്പോൾ അതിന്റെ 3-4 വാക്യങ്ങളില് ഒരു പടയാളിയെ പോലെ തിമോത്തിയോസ് ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അഥവാ പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ട ആ ആവശ്യത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു പടയാളി തന്റെ മേലുദ്യോഗസ്ഥനെ കീഴ്പ്പെട്ട് അനുസരിച്ച് പോകേണ്ടുന്ന ആവശ്യകതയെ കുറിച്ചൊക്കെയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അഥവാ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കേണ്ടുന്നതായ ആവശ്യകത. ഒരു പടയാളി ഒരിക്കലും തന്റെ ജീവനകാര്യങ്ങളിൽ പിന്നീട് ഇടപെടാറില്ല. നമുക്കറിയാം, നമ്മുടെ അതിർത്തിയിലൊക്കെ എത്രയോ പടയാളികളാണ് മരിച്ചു വീഴുവാൻ ഇടയായിട്ടുള്ളത്. അവർ ആ യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ ഭാര്യയോ മാതാപിതാക്കളെയോ ആരെയും അവർക്ക് അവിടെ ഓർക്കുവാനായിട്ട് കഴിയുന്നതല്ല. അഥവാ ക്രിസ്തു നമ്മെ തെരഞ്ഞെടുത്തു, പുറകോട്ട് തിരിഞ്ഞ് നോക്കുവാൻ നമുക്ക് അവകാശമില്ല. കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഓടുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. 5-ാം വാക്യത്തിൽ മറ്റൊരു കാര്യം പറയുന്നു: ഓട്ടക്കളത്തിൽ ഓടുന്നവനെ പോലെ ചട്ടപ്രകാരം ഓടണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒരു ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരാൾക്ക് തന്റെ ശരീരം ഒത്തിരി കാത്തു സൂക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട്. എല്ലാവരും വാരി വലിച്ചു തിന്നുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു എക്സർസൈസ് ഇല്ലാത്ത ജീവിതമോ ഇതൊന്നും തനിക്ക് നയിക്കുവാനായിട്ട് സാധ്യമല്ല. ഒത്തിരി കാര്യങ്ങൾ വർജിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ കിരീടം പ്രാപിക്കും, ജീവകിരീടം പ്രാപിക്കും എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 9:25 2 തീമോത്തിയോസിന്റെ ലേഖനം 4:7-8 വാക്യങ്ങളിലും അക്കാര്യങ്ങൾ കൂടുതൽ പൗലോസ് വ്യക്തമാക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ നാം വേർപാടനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അനേക സന്ദർഭങ്ങളിൽ പാപത്തോട് വേർപെട്ട് പ്രത്യാശയുടെ തുറമുഖത്തേക്ക് നാം ഓടേണ്ടവരാണ് എന്നുള്ള കാര്യമാണ് അവിടെയും സൂചിപ്പിക്കുന്നത്. 3-ാമത്തെ വിവരണം പൗലോസ് 6-ാം വാക്യത്തിൽ പറയുമ്പോൾ അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: ഒരു ഇടയൻ അഥവാ ക്രിസ്തീയ പ്രവർത്തകൻ അധ്വാനിക്കുന്ന കൃഷിക്കാരനെ പോലെ ആയിരിക്കണം. അവന് ആ അധ്വാനിക്കുന്ന സമയത്ത് പൂർണ്ണ സമയവും തന്റെ ആ കൃഷിയെ സ്നേഹിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരു അനുഭവം തനിക്ക് ലഭിക്കും എന്നുള്ളതാകുന്ന പ്രത്യാശയോടുകൂടെയാണ് ഒരു കൃഷിക്കാരൻ അധ്വാനിക്കുന്നത്. ഇപ്രകാരം നാം പ്രതിഫലം തരുന്ന കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി അധ്വാനിക്കുന്നു എങ്കിൽ നിശ്ചയമായിട്ടും, അഥവാ ഒരു ഇടയൻ പൂർണ്ണ സമയം അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ പൂർണ്ണ സമയം കർത്താവിന് വേണ്ടി അധ്വാനിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ പ്രതിഫലം ആദ്യം അവന് ലഭിക്കും എന്നുകൂടി അവിടെ വ്യക്തമാക്കുകയാണ്. 11-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു നാം എങ്ങനെയാണ് ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എങ്കിൽ കൂടെ വാഴും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നാം സ്നാനത്തിലൂടെയാണ് ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പാപപങ്കുലമായ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പാപസംബന്ധമായി മരിച്ച് അഥവാ ക്രിസ്തുവിനോട് കൂടെ നാം ചേരുവാനുള്ള ആ സ്നാന ശുശ്രൂഷയിൽ പങ്കുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നുവെങ്കിൽ കൂടെ ജീവിക്കും,
കൂടെ വാഴും എന്നുള്ള ആ വലിയ പ്രത്യാശയും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിലൊക്കെ അക്കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതെ പ്രിയമുള്ളവരെ, അപ്രകാരം ക്രിസ്തുവിനോട് കൂടെ നമുക്ക് ജീവിക്കാം, ക്രിസ്തുവിനോട് കൂടെ നമുക്ക് വാഴുവാൻ ഇടയായി തീരട്ടെ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാ, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനാ. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാ, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനാ. നല്ല ദാസനായി ഞാൻ തീർന്നതിനാ, എൻ മരണം എനിക്കതു ലാഭം. നല്ല ദാസനായി ഞാൻ തീർന്നതിനാൽ, എൻ മരണം എനിക്കതു ലാഭം. മോഹങ്ങളിൽ നീങ്ങി പാപത്തിൻ ദാസനായി ഞാൻ തീർന്നു. നഷ്ടമായി പോയ കാലങ്ങളോർത്ത് എന്റെ ദൈവത്തിൻ സന്നിധേ ഞാൻ ചെന്നു. ലോകത്തിൻ മോഹങ്ങളിൽ പാപത്തിൻ ദാസനായി ഞാൻ തീർന്നു. നഷ്ടമായി പോയ കാലങ്ങളോർത്ത് എന്റെ ദൈവത്തിൻ സന്നിധേ ഞാൻ ചെന്നു.